സുഹൃത്തുക്കളെ, വളരെ ചെറുപ്പം മുതൽക്ക് ധാരാളം വായിക്കുന്ന ഒരു ശീലമുള്ള വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ എല്ലാ വീടുകളിലും ഒരു 4 or 5 സ്വന്തം പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് നോവലുകൾ, കഥാപുസ്തകങ്ങൾ എന്നിവയൊക്കെ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ ചുരുക്കം ഇംഗ്ലീഷിൽ നിന്നുള്ള തർജ്ജമകളായിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനന്ന് വായിച്ച ചില പുസ്തകങ്ങൾ എല്ലാം തമിഴ് തർജ്ജമകളാണ്. പരിമള, രാജമ്മാൾ, കോമളം ഒന്നും വലിയ കാമ്പുള്ള പുസ്തകങ്ങളൊന്നുമല്ല. വായിക്കാം, തൽക്കാലം രസിക്കാം. ഈ വീടുകളിൽ നിന്നൊക്കെ പരസ്പരം പുസ്തകങ്ങൾ കൈമാറുകയും ചെയ്യും. വളരെ വിഷമമുള്ള ചുറ്റുപാടുകളിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. സത്യത്തിൽ വിശപ്പില്ലായ്മ മറികടന്നത് പുസ്തകം വായിച്ചിട്ടായിരുന്നു. എൻ്റെ മഹാഭാഗ്യത്തിന് എനിക്കൊരു ഗുരുനാഥനെ കിട്ടി. അന്ന് ഈ സിലബസ്, കരിക്കുലം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ അധ്യാപകൻ ഇഷ്ടമുള്ളത് പഠിപ്പിക്കും. ഒരു 85 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ നാട്ടിലെ കഥയാണ് ഞാൻ പറയുന്നത്. തിരുവിതാംകൂറിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, രാജഭരണത്തിന് കീഴിൽ. അപ്പോൾ ഈ ഗുരുനാഥൻ മഹാകവി കുമാരനാശാൻ്റെ വളരെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചണ്ടാല ഭിക്ഷുകി, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കൊന്നും അല്ല കേട്ടോ, പരീക്ഷയില്ല. ഏതായാലും ഞാനിതൊക്കെ ആവോളം കുടിച്ചു എന്ന് തന്നെ പറയാം. ഈ ഗുരുനാഥനാണ് എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാലപ്പാട്ട് തർജ്ജമ ചെയ്ത പാവങ്ങൾ വായിക്കാൻ തന്നത്. വായിക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്നും ആ ഗുരുനാഥന് നല്ലതുപോലെ അറിയാമായിരുന്നു. ഞാൻ ആർത്തിയോടെ ആ പുസ്തകം അൺഎബ്രിഡ്ജ്ഡ് പാവങ്ങൾ വായിച്ചു. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരനുഭവമായിരുന്നു അത്. പിന്നീട് കുറേ ആഴ്ചകളോളം ഉറക്കമില്ല. അതിലെ കഥാപാത്രങ്ങളായിരുന്നു മനസ്സിൽ. ഡിയിലെ മെത്രാൻ, തെനാർദിയർമാർ, കൊസത്തുകുട്ടി, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പാവങ്ങളിൽ എന്നെ വേട്ടയാടാൻ തുടങ്ങി.
മഹാനായ ആ മെത്രാൻ്റെ കഥ എന്നെ ഇപ്പോഴും ഓർക്കുമ്പോൾ പുളകം കൊള്ളിക്കുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞപ്പോൾ ആ നോവലിലെ ഭൂമികയിലൂടെ സഞ്ചരിക്കാൻ നോർത്തർദാമിലെ പള്ളിയിലെ കുർബാനയിൽ പങ്കുകൊള്ളാൻ ഒക്കെയുള്ള ഭാഗ്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായി. ഞാൻ അന്ന് ആ കുട്ടിക്കാലത്തെ അനുഭവം അയവിറക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഉയർന്ന സ്കൂളുകളിലേക്ക് പോയി, ഹൈസ്കൂളായി, കോളേജായി, അവിടുന്നും ഉപരി വിദ്യാഭ്യാസത്തിന് പോയി. അപ്പോഴൊക്കെ വായന നിർവിഘ്നം നടന്നു. എൻ്റെ ഈ ജീവിതത്തിനിടയിൽ ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കുകയും സ്വന്തമായി വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇനി ഒരു പുസ്തകം സ്വന്തമാക്കണമെന്ന ഒരാഗ്രഹമുണ്ട്. അടുത്ത് തന്നെ അത് സാധിക്കും. എ ലൈഫ്, രത്തൻ ടാറ്റ, written by Dr. Thomas Matthew. അതിൽ ആ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ദിക്കിൽ ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം രാത്രി കിടക്കാൻ പോകുമ്പോൾ വീട്ടിൻ്റെ വാതിലുകൾ അടച്ചിടാറില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടികൾ, വിശന്ന് അലഞ്ഞു നടക്കുന്ന പട്ടികൾ, അവർക്ക് കയറി വന്ന് ഭക്ഷണം കഴിക്കാനും കിടക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്. വാതിലടച്ചാൽ പിന്നെ രാത്രി അവർക്ക് വരാൻ കഴിയുകയില്ല. അതിനാണ് അദ്ദേഹം വാതിൽ തുറന്നിടുന്നത്. വേണമെങ്കിൽ ഇതൊരു തമാശയാണ് എന്ന് പറയാം. പക്ഷേ അതിലപ്പുറം മഹാനായ ഒരു വ്യക്തി, നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതിലും അപ്പുറം മഹാനായ ഒരു വ്യക്തി. ആ ബയോഗ്രഫിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വായിക്കുവാൻ വിഷമമുണ്ട്. 96 വയസ്സായ ഒരു വ്യക്തിയുടെ എല്ലാ വിഷമങ്ങളുമുണ്ട്. കണ്ണിൻ്റെ വിഷമങ്ങളുണ്ട്. എന്നാലും ഇപ്പോഴും വായന മുടക്കാറില്ല. ഇനി ഞാൻ കഥയിലേക്ക് വന്ന വഴി പറയാം. എൻ്റെ പരിചയ സീമയിൽ എഴുത്തുകാരോ കഥാകൃത്തുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. വായിച്ചു എന്ന കാര്യം കൊണ്ട് എനിക്കും എഴുത്തുകാരനാകണമെന്ന മോഹം പോയിട്ട് ഒരു നേരിയ ആശ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പോയി. പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, പോയി. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ ആൾക്കൂട്ടം, കശപിശ, അടിപിടി ഇതൊക്കെ കണ്ടു. എന്താണാവോ സംഗതി എന്നറിയാൻ ഞാൻ അങ്ങോട്ടേക്ക് പോയി. ആളുകളോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഒരു ചെറുപ്പക്കാരന് പോക്കറ്റടിച്ചതിന് പോലീസ് പിടികൂടി. പ്ലാറ്റ്ഫോമിൽ വെച്ച് നല്ലതുപോലെ അടികൊടുത്തു അവന്. പോലീസ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ആ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്നാണ് അടിയുടെ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവൻ്റെ നിലവിളി, അമ്മയെ വിളിച്ചും ദൈവങ്ങളെ വിളിച്ചുമുള്ള ഈ ചെറുപ്പക്കാരൻ്റെ നിലവിളി മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ അയാളെ കണ്ടില്ല. അന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. സത്യത്തിൽ അവൻ കട്ടിട്ടുണ്ടോ? സത്യത്തിൽ അവൻ കട്ടിട്ടുണ്ടോ? ഏതോ ഒരാൾ കട്ടുപോയിട്ടുണ്ടാകും. പോലീസിന് പിടികെട്ടിയത് ഈ നിർഭാഗ്യവാൻ ആയിരിക്കും. ഒടുവിൽ ഇവനെ കൊണ്ട് ഞാനാണ് കട്ടത് എന്ന് പറയിക്കുമോ? ഇത്തരത്തിലുള്ള ഓരോരോ വിചാരങ്ങൾ. ഞാൻ അടുത്ത ദിവസം അറിയാതെ ഈ ഒരു അനുഭവം, എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ, ഇതൊക്കെ ഒരു കടലാസിൽ കുറിച്ചിട്ടു. അപ്പോഴും പ്രസിദ്ധീകരിക്കണമെന്നോ ഒരു കഥാകൃത്താവ് അങ്ങനെയൊന്നും യാതൊരു ഉദ്ദേശ്യവും ഉണ്ടായിരുന്നില്ല. കണ്ണൂരിൽ നിന്ന് അന്ന് നവയുഗം എന്ന പേരിൽ ഒരു വാരിക കൊല്ലങ്ങളായി വളരെ ഭംഗിയായി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ എന്ന ഒരു മഹാനായിരുന്നു. ഈ AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ AKജിയുടെ അമ്മയുടെ സഹോദരിയുടെ മകനായിരുന്നു. ഇദ്ദേഹം പിൽക്കാലം ഹിമാലയത്തിലേക്ക് പോയി അവിടെ സന്യാസിയായി. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെന്ന് ഈ കടലാസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും പറയാതെ മുകളിലാണ് ഓഫീസ്, ഒന്നും പറയാതെ തിരിച്ച് ഇറങ്ങി വരികയും ചെയ്തു. അടുത്ത ആഴ്ച എനിക്കൊരു തപാൽ കിട്ടി. ഇതൊരു കഥയുടെ ടൈറ്റിലും വെച്ച്, കുറ്റവാളി എന്ന ടൈറ്റിലും വെച്ച് ഞാൻ എഴുതി കൊടുത്ത സാധനം അച്ചടിച്ചു വന്നിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ കഥാകൃത്തായത്. ഒന്ന് കണ്ടപ്പോൾ ആശ വരാൻ തുടങ്ങി. 2 എഴുതി, 3 എഴുതി. അപ്പോൾ പരീക്ഷ, SSLC പരീക്ഷ സമയമായി. 4ാമത്തെ കഥ ഞാൻ അയച്ചു കൊടുത്തത് തൃശ്ശൂരിലെ മംഗളോദയം മാസികക്കായിരുന്നു. മലയാളത്തിൽ ഇന്നേ വരെ വന്നിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ സാഹിത്യ മാസിക മംഗളോദയമാണ്. അതിൽ സാഹിത്യമല്ലാതെ
മറ്റൊരു വിഷയവുമില്ല. സ്പോർട്സ് ഇല്ല, ബാലപംക്തിയില്ല, വനിതാപംക്തിയില്ല, യാതൊന്നുമില്ല. കനത്ത സാഹിത്യ വിഷയങ്ങൾ മാത്രം. എല്ലാ ലക്കത്തിലും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരായിട്ട് അന്ന് എ ബാലകൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി, ഇവർ എല്ലാ ലക്കത്തിലും ഉണ്ടാകും. ഗുപ്തൻ നായർ, അങ്ങനെ പലരും. മംഗളോദയത്തിന് ഒരു കവർ ചിത്രം മാത്രമേ ഉണ്ടായിരുന്നു. ഒരു കവർ ചിത്രം. ഇന്നത്തെ പോലെ ഏതെങ്കിലും ഒരു യുവതിയുടെ, സിനിമയിൽ അഭിനയിക്കുന്ന യുവതിയുടെ കവർ ചിത്രമൊന്നും ആയിരിക്കില്ല. ഒരു കവർ ചിത്രം. അത് ഒന്ന് ഒരു തൂവൽ, മറ്റേത് ക്രോസ് ചെയ്ത് ഒരു കത്തിരി. തൂവൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ അടയാളം, ക്രിയേറ്റീവ് റൈറ്റിംഗ്. കത്തിരി ക്രിട്ടിസിസത്തിൻ്റെ അടയാളം. ഇതാണ് സ്ഥിരം കവർ. വലത് ഭാഗത്ത് താഴെയായിട്ട് ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ, ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എന്ന് പറഞ്ഞ് ഒരു 3-4 ആൾക്കാർ മാത്രം ഉണ്ടാകും. സ്ഥിരമായി വരുന്നവരായിരിക്കും അവർ. എ ബാലകൃഷ്ണപിള്ള, കുട്ടിക്കൃഷ്ണമാരാർ, ജോസഫ് മുണ്ടശ്ശേരി, ഗുപ്തൻ നായർ സ്ഥിരമാണ്. ഞാൻ ആ മംഗളോദയത്തിനാണ് എൻ്റെ 4ാമത്തെ കഥ അയച്ചു കൊടുത്തത്. അതിൻ്റെ കൂടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവറും വെച്ചിരുന്നു. സ്വീകാര്യമല്ലെങ്കിൽ ദയവായി എനിക്ക് അയച്ചു തരിക എന്ന് പറഞ്ഞിട്ട്. ഇതും അയച്ചു കൊടുത്ത് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് സൗത്ത് കനറയിലെ മാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു. അവിടെയാണ് ഞാൻ 4 കൊല്ലം എൻ്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സൗത്ത് കനറയിലെ മംഗലാപുരത്ത്. ഞാൻ വളരെ കാത്തു നിന്നു. 1ാമത്തെ കൊല്ലം കഴിഞ്ഞു. മംഗളോദയത്തിൽ കഥ കണ്ടില്ല. ഞാൻ മനസ്സാ ശപിച്ചു. അന്ന് എം ഗോവിന്ദൻ്റെ കീഴിൽ മദിരാശി റിവ്യൂ എന്ന് പറഞ്ഞ് മദ്രാസിൽ നിന്ന് എല്ലാ മാസവും പുറപ്പെടുന്ന ഒരു മാസിക, മദ്രാസ് ഗവൺമെൻറ്റിൻ്റെതാണ്. ഗോവിന്ദൻ ഒരു സാഹിത്യകാരനായതുകൊണ്ട് ഗോവിന്ദൻ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എം ഗോവിന്ദൻ നല്ല നല്ല ലേഖനങ്ങൾ, കഥകൾ, കവിതകളൊക്കെ ഈ മദിരാശി റിവ്യൂവിൽ ഞാൻ അതിലേക്ക് അയച്ചു കൊടുത്തു. ഗോവിന്ദനെ പരിചയമൊന്നുമില്ല. കിട്ടിയ ഉടനെ ഗോവിന്ദൻ്റെ മറുപടി വന്നു, വളരെ നല്ല കഥയാണ്. ഒരു 4-5 മാസം കഴിഞ്ഞാൽ അവർ ഒരു ആനുവൽ സ്പെഷ്യൽ വാർഷിക പതിപ്പ് ഇറക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ഞങ്ങളിത് എടുത്തു വച്ചിരിക്കും. നല്ലത് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും കഥകൾ എഴുതി. പല പല അന്നത്തെ വാരികകളിൽ വരും. മാതൃഭൂമിക്ക് എപ്പോഴും അയച്ചു കൊടുക്കും. എപ്പോഴും അവർ തിരിച്ചയക്കുകയും ചെയ്യും. ഒന്നാമത്തെ കൊല്ലം 48 കഴിഞ്ഞു. 49, 50 ഞങ്ങൾക്ക് വളരെ നല്ല ഒരു ലൈബ്രറി. അന്ന് മദ്രാസ് പ്രസിഡൻസിയിലാണ് മലബാറുകാർ. സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഭാഷാ പ്രവിശ്യകളൊന്നും വന്നിട്ടില്ല.
ഞാൻ പഠിക്കുന്ന കോളേജിൽ തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, മലയാളികളുണ്ട്, കർണാടകക്കാരുണ്ട്. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ കഥയുണ്ടല്ലോ ഇപ്രാവശ്യത്തെ മംഗളോദയത്തിൽ. ഞാൻ ഉടനെ ഓടിച്ചെന്നു. ഇംഗ്ലീഷിലെ മികച്ച മാസികകൾ, ടൈംസ് ലിറ്റററി സപ്ലിമെൻ്റൊക്കെ ഞാൻ കാണുന്നത് അവിടെയാണ്, ഞങ്ങളുടെ ലൈബ്രറിയിൽ. ഒന്നാം തരം വലിയ ഫോൾഡറിൽ ഈ മാസിക വെച്ച് നടുവിലൂടെ ഒരു നൂലിൻ്റെ ചരട്, അതിലായിരിക്കും ഈ ഓരോ വാരികയും മാസികയും ഒക്കെ വെച്ചിട്ടുണ്ടാവുക. ഞാൻ പോയി നോക്കിയപ്പോൾ സത്യത്തിൽ ഒരു നിമിഷ നേരം എൻ്റെ ഹൃദയമിടിപ്പ് നിന്നു. അതിൽ എഴുതിയിരിക്കുന്നത് കവറിൽ ഈ ലക്കത്തിലെ പ്രധാന ലേഖകന്മാർ എ ബാലകൃഷ്ണപിള്ള, പതിവ് പോലെ കുട്ടിക്കൃഷ്ണ മാരാർ, ജോസഫ് മുണ്ടശ്ശേരി, ടി പത്മനാഭൻ. തൊണ്ണൂറ്റാറാം വയസ്സിൽ രോമമൊന്നുമില്ല, പക്ഷെ ഉള്ള രോമം ഈ പഴയ കഥ പറയുമ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മംഗലാപുരം വസൂരിയുടെ കരാള ദംഷ്ട്രത്തിന് ഇരയായി. തെരുവിലൊക്കെ പാവപ്പെട്ട ആളുകൾ ചത്ത് വീണ് കിടക്കുന്നുണ്ടാവും ശവം. രാത്രി മുനിസിപ്പൽ ലോറി വന്ന് ഈ ശവം മുഴുവൻ പെറുക്കി ലോറിയിലിട്ട് കടൽക്കരയിൽ കൊണ്ടുപോയി കുഴികുത്തി ദഹിപ്പിക്കില്ല, കുഴിച്ചിടും. ഞങ്ങൾ അന്ന് ഒരു 4 വിദ്യാർത്ഥികൾ, മലയാളി സുഹൃത്തുക്കൾ, ഒരു വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസിച്ചിരുന്നത്. എനിക്ക് പനി വന്നു. ഞങ്ങളുടെ കോളേജിൻ്റെ അതിർത്തിയും മംഗലാപുരത്തെ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ അതിർത്തിയും ഒന്നാണ്. പഴയ ഒരു സായിപ്പ് ഗവർണർ, മദ്രാസ് ഗവർണർ വന്നിട്ടാണ് ആ ആശുപത്രി ഉദ്ഘാടനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേർ വെൻലക്ക് എന്നായിരുന്നു. അത് ഈ ആശുപത്രിക്കും ആ പേര് വന്നു, വെൻലക്ക് ഹോസ്പിറ്റൽ. ഞാൻ അവിടത്തേക്ക് പോയി. നല്ല പനിയുണ്ട്, ഇന്നിവിടെ കിടക്ക് എന്ന് ഡോക്ടർ പറഞ്ഞു. ശരി എന്നും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു ഡോക്ടർ പണ്ടാലയായിരുന്നു അവിടുത്തെ പ്രധാന ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, രാത്രി നല്ലപോലെ കൊതുകടിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, കൊതുകൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ തമാശ, എനിക്ക് വസൂരി പൊന്തിക്കഴിഞ്ഞിരിക്കുന്നു, അതാണ് തമാശ. പിന്നെ പറഞ്ഞു, സംഗതി ഇതാണ്, 2 ഓപ്ഷനാണ് ഇപ്പോഴുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഡ്ജിലേക്ക് പോകാം, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഐസൊലേഷൻ ഹോസ്പിറ്റലിൽ പോകാം. വിദ്യാസമ്പന്നരായ നിങ്ങളൊക്കെ ഐസൊലേഷൻ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. മറ്റേ വീട്ടിൽ പോകുന്നത് ശരിയല്ല. അപ്പം ഞാൻ വളരെ ധീരനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു, ശരി, ഐസൊലേഷൻ ഹോസ്പിറ്റലിൽ പോകാം. എൻ്റെ ധാരണ ഈ വെൻലക്ക് ഹോസ്പിറ്റൽ പോലെ ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അത്. കുറുവ എന്ന ഒരു സ്ഥലം
മംഗലാപുരത്ത് നിന്ന് ഒരു 8-9 നാഴിക അകലെ കടൽക്കരയിലുണ്ട്. അവിടെയാണ് ഐസൊലേഷൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എന്നൊക്കെ ഒരു പേര് മാത്രമാണ്. അവിടെ പോയപ്പോൾ വെറും കടൽ ഓരത്ത് പൂഴിമണ്ണിൽ ഒരു വലിയ ഷെഡ്, അനാഥരായ ആളുകൾ, പലതരത്തിലുള്ള രോഗാവസ്ഥ. മലയാളമോ ഇംഗ്ലീഷോ ഒരാൾക്കും അറിയില്ല. ഞാൻ നിലത്ത് കുത്തിയിരുന്ന് കരഞ്ഞുപോയി, ധൈര്യമൊക്കെ പോയി. എന്തോ ഭാഗ്യം കൊണ്ട് അവിടുത്തെ കമ്പൗണ്ടർ വളരെ ദയാലുവായ ഒരു കമ്പൗണ്ടർ, അയാൾ മരുന്ന് സൂക്ഷിക്കുന്ന ഒരു സ്റ്റോർ മുറിയിൽ 2 ബെഞ്ചൊക്കെ കൂട്ടിയിട്ട് എന്നെ അവിടത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഒരംഗത്തെ പോലെ എന്നെ നോക്കുകയും ചെയ്തു. ഞാൻ കണ്ണാടിയൊന്നുമില്ല, ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, ഞാൻ അതിൽ നോക്കും എൻ്റെ കുരു ഏത് ഘട്ടത്തിലെത്തി എന്താണ് എന്നൊക്കെ അതിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. ആ കമ്പൗണ്ടറുടെ ഭാര്യ, കമ്പൗണ്ടറുടെ അനുജത്തി, അവരാണ് ഈ ഹതഭാഗ്യരായ രോഗികളെ, വസൂരി രോഗികളെ പരിചരിച്ചിരുന്നത്. വളരെയധികം സ്നേഹസമ്പന്നരായിരുന്നു ആ കുടുംബം, വളരെയധികം. ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടർ വരും, ആഴ്ചയിൽ ഒരു ദിവസം. ചികിത്സയൊന്നുമില്ല. എല്ലാ ദിവസവും രാത്രി മരിച്ചു പോകുന്ന ആൾക്കാരുടെ ശവം എടുത്ത് കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന ലോറി എല്ലാ ദിവസവും രാത്രി വരും. ഇവിടെ നിന്നുള്ള ശവം എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. പബ്ലിക് പരീക്ഷ അടുത്ത് വരികയാണ്. അതിൻ്റെ ബേജാറുണ്ട് പബ്ലിക് പരീക്ഷ. എൻ്റെ കുരുവൊക്കെ പോയി ഞാൻ ഒരു കുളി കഴിച്ചു. എനിക്ക് പൊറുതിമുട്ടി കിടക്കുകയാണ്. അവിടുത്തെ ഒരു പരിചാരകനുണ്ട്. ഞാൻ അവന് ചില്ലറ പൈസ കൊടുത്ത് അന്ന് ഒരു ഖദർ ഷാളൊക്കെ ഉണ്ട് എനിക്ക്. ഞാൻ കോളേജിൽ പോകുമ്പോൾ ചിലപ്പോൾ ഈ ഖദർ വേഷ്ടി ഒക്കെ പുതച്ചിട്ട് പോകും. അവിടെ ഇവനോട് പറഞ്ഞു, ഉറുവ ബസ് സ്റ്റാൻഡിലേക്ക് എന്നെ കൊണ്ടാക്കണം. കുറ്റകരമാണ്. ഇവിടെ ഒരാളോടും പറഞ്ഞില്ല. ഈ ഷാളോടൊക്കെ മൂടി പുതച്ച് ബസ് സ്റ്റാൻഡിൽ വരെ ഇയാൾ എൻ്റെ ഒപ്പം വന്നു. ഞാൻ ബസ്സിൽ കയറി. ഇനി മാതൃഭൂമിയിൽ വന്ന ആദ്യത്തെ കഥയെക്കുറിച്ച് പറയാനാണ് ആമുഖമായി ഇത്രയും പറഞ്ഞത്. പബ്ലിക് പരീക്ഷ വന്നു. മദ്രാസ് പ്രസിഡൻസി അന്ന് പ്രീ ഡിഗ്രിയൊന്നുമില്ല, ഇൻ്റർമീഡിയറ്റ് എന്നാണ് പറയുക. 1950 ഇൻ്റർമീഡിയറ്റ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുകയും ചെയ്തു. ആ വെക്കേഷൻ കാലത്ത് ഞാനൊരു കഥ എഴുതി, ത്യാഗത്തിൻ്റെ രൂപങ്ങൾ. ഈ ആശുപത്രിയിലെ അനുഭവങ്ങൾ, ത്യാഗത്തിൻ്റെ രൂപങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അവിടുത്തെ കമ്പൗണ്ടറെയും ഭാര്യയെയും കമ്പൗണ്ടറുടെ അനുജത്തിയെയുമായിരുന്നു. മാതൃഭൂമി ആഫീസിൽ ഒരാളെയും പരിചയമില്ല. നേരിട്ട് ചെന്നു. അപ്സ്റ്റെയറിലാണ്. അന്ന് പത്രാധിപർ KA ദാമോദര മേനോനായിരുന്നു. കുട്ടിമാളു അമ്മയുടെ ഭർത്താവ്.
ലീലാ ദാമോദര മേനോൻ്റെ ഭർത്താവ്. ദാമോദര മേനോൻ എന്തോ എഴുതുകയായിരുന്നു. ഒന്ന് പതുക്കെ തല ഉയർത്തി നോക്കി, പിന്നെയും അദ്ദേഹം എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കഥ ഒരു എൻവലപ്പിലിട്ട് കൊണ്ടുപോയതാണ്. ദാമോദര മേനോൻ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു, അത് മേശപ്പുറത്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും അദ്ദേഹം വിചാരിച്ചത് ഓഫീസിൽ പുതുതായി ജോലിക്ക് ചേർന്ന ഒരു ഓഫീസ് ബോയ് ആയിരിക്കണം. ഞാൻ അതും വെച്ച് ഒന്നും പറയാതെ ഓടി ഇറങ്ങി വരികയും ചെയ്തു. മൂന്നാമത്തെ ആഴ്ച എനിക്ക് കോളേജിൽ മാതൃഭൂമിയുടെ ഒരു ബുക്ക് പോസ്റ്റ് കിട്ടി. ഈ കഥയായിരുന്നു, ത്യാഗത്തിൻ്റെ രൂപങ്ങൾ, 1950. അതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം 7.5 ഉറുപ്പിക. ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പ്രതിഫലമായിരുന്നു അത്, 7.5 ഉറുപ്പിക. വളരെ സന്തോഷമുള്ള ഒരു അനുഭവം. ഞാൻ അതുകൊണ്ട് സ്നേഹിതന്മാർക്കെല്ലാം തൊട്ട മുമ്പിലുള്ള രാംഭവൻ ഹോട്ടലിൽ നിന്ന് മസാല ദോശയും കാപ്പിയൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അവിടെ വിലസി. പിന്നെ തുരുതുരെ കഥകൾ എഴുതും. ഇന്നത്തെ തീയതി വരെ പിന്നീട് നിരസിക്കുന്ന, മടക്കി അയക്കുന്ന ഒരനുഭവം ഉണ്ടായിട്ടില്ല. മാതൃഭൂമിയുമായുള്ള ആ ബന്ധം ഇന്നും തുടരുന്നു. 75 കൊല്ലമായി. പല പല പത്രാധിപന്മാരെയും കണ്ടു, പല പല മാനേജർമാരെയും കണ്ടു, മാനേജിംഗ് ഡയറക്ടർമാരെയും കണ്ടു. ഈ ബന്ധം, മാതൃഭൂമിയുമായുള്ള ഈ ബന്ധം ഈ 96-ാം വയസ്സിലും തുടരുന്നു. ഇനി ഇന്നത്തെ എൻ്റെ വിഷയം ഇതല്ല, പക്ഷെ ഒരാമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ 1 മണിക്കൂർ തികക്കുകയും വേണം. ഒറ്റയ്ക്ക് പറയുന്നത് വിഷമമാണ്. ഒരാളുണ്ടെങ്കിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. ഇനി ശരിക്കും വിഷയത്തിലേക്ക് വരാം. ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകൾ. ഒരിക്കൽ ഞാൻ കണ്ണൂരിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്നു. KSRTC ബസ്സിലാണ്. കോട്ടയത്ത് നാഷണൽ ബുക്ക് സ്റ്റാളിൽ വന്നു. എൻ്റെ സൂട്ട് കേസ് അവിടെ വെച്ചു. ഞാൻ പറഞ്ഞു, മാനേജറുടെ അടുക്കൽ വെച്ചു. ഞാൻ പറഞ്ഞു, തൊട്ട മുമ്പിലാണ് മനോരമ. മനോരമയിൽ സുഹൃത്തുക്കളുണ്ട്. അവിടെ പോയി 5 മിനിറ്റിലടക്ക്, 5 മിനിറ്റ്. അതുപോലെ തന്നെ അവിടെ പോയി 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. എനിക്ക് സന്ധ്യക്കത്തെ ട്രെയിനിൽ കണ്ണൂരേക്ക് വരണം. എവിടെയും സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ വന്ന് നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ മാനേജറുടെ അടുക്കൽ നിന്ന് എൻ്റെ സൂട്ട് കേസ് എടുത്ത് വറാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരോ എൻ്റെ ഷർട്ടിൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ കോളർ പിടിച്ചൊന്ന് പതുക്കെ വലിച്ചു.
ഞാൻ എളുപ്പത്തിൽ ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. ഒരു മോശമായ സ്വഭാവമാണത്. പക്ഷേ ഈ കാലമായിട്ടും എനിക്കത് നിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി, ആരാടെ എൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് വലിക്കുന്നു. ഞാൻ കണ്ടത് ഒരു കപ്പൂച്ചിയൻ സന്യാസിയെയാണ്. കാപ്പി കളറിലുള്ള ലോഹയിട്ട അദ്ദേഹം വളരെ ശാന്തവും അതേസമയം അങ്ങേയറ്റം മധുരവുമായ ഒരു പുഞ്ചിരിയോടെ, ടി പത്മനാഭനല്ലേ? ഞാൻ പറഞ്ഞു, ആയാൽ ഞാൻ അങ്ങയുടെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. മിക്ക പുസ്തകങ്ങളും എൻ്റെ അടുക്കലുണ്ട്. പക്ഷെ അങ്ങയുടെ കയ്യൊപ്പുള്ള ഒരു പുസ്തകം വേണം. ഞാൻ അകത്ത് പോയി, ബുക്ക് സ്റ്റാളിൻ്റെ അകത്ത് പോയി ഒരു പുസ്തകമെടുത്ത്, അങ്ങയുടെ സമ്പൂർണ്ണ കഥകൾ പുസ്തകമെടുത്ത് വരാം, അതിലൊന്ന് ഒപ്പിട്ട് തരണം. ആ ക്രിസ്തീയ സന്യാസിയുടെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് ലജ്ജ തോന്നി. ഇദ്ദേഹത്തോടല്ലേ ഞാൻ ദേഷ്യത്തോടെ പെരുമാറിയത്? ഞാൻ എന്നെ ശരി നൊടിയിടയിൽ അദ്ദേഹം അകത്ത് പോയി ഒരു സമ്പൂർണ്ണ കഥയുടെ ഇതിലൊന്നും ഒപ്പ്. കുറച്ചു നേരം ഈ സന്യാസിയുടെ മുഖത്തും പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഫാദർ, എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. ഞാൻ ടോൾസ്റ്റോയിയുടെ അന്നാ കറേനയുടെ തുടക്കത്തിൽ എഴുതിയ ആ വാചകം കുറിച്ചിടാം. പക്ഷെ അതിൻ്റെ അടിയിൽ ഒരിക്കലും ഞാൻ എൻ്റെ പേരെഴുതില്ല. അതിനുള്ള ധാർഷ്ട്യം എനിക്കില്ല. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാൻ ജീവനും പുനരുത്ഥാനവും ആകുന്നു. ബൈബിളിലെ വാക്യം. ഞാൻ അത് എഴുതി പേരെഴുതില്ല. ഫാദർ ചോദിച്ചു, എന്താ ഇത്ര ധൃതി? ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടിക്ക് കണ്ണൂരിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ സമയം ആയിരിക്കുന്നു. ഞാനും വരാം. ഞങ്ങൾ രണ്ടാളും നടന്നു. ചാറ്റൽ മഴയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, എപ്പോഴാണത് സംഭവിച്ചതെന്ന് അറിയില്ല, എൻ്റെ സൂട്ട് കേസ് എടുത്തത് ആ ക്രിസ്തീയ പുരോഹിതനായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക്, വളരെ അടുക്കിയാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫാദർ, സംഘടിതമായ ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നുമില്ല ഇന്നുമില്ല. സംഘടിതമായ ഒന്നിലും, ഒരു മതത്തിലും ഒന്നും വിശ്വസിക്കുന്നില്ല. കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഫാദർ പറഞ്ഞു, സാരമില്ല, വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകളല്ലേ അങ്ങയുടെ കഥകൾ. ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകളല്ലേ അങ്ങയുടെ കഥകൾ. എനിക്ക് കിട്ടിയ വളരെ വലിയ ഉപകാരങ്ങളിലൊന്ന്, തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതയാത്രയിൽ ഈ ക്രിസ്തീയ പുരോഹിതൻ്റെ വാക്കുകളെ സാധൂകരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായി. സമയം അനുവദിക്കുകയാണെങ്കിൽ ഒരനുഭവം പറയാം. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് നിന്ന്
അജ്ഞാതനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഫുൾ അഡ്രസ്, ഉമക്കത്തല്ല, ഫുൾ അഡ്രസ് അത് കത്തിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച, ഗവൺമെൻറ് സർവീസിൽ ഉന്നതമായ നിലയിലിരുന്ന് റിട്ടയർ ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ് എനിക്ക് കത്തെഴുതിയത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ അത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ദയവ് ചെയ്ത് ക്ഷമാപൂർവം ഈ കത്ത് മുഴുവൻ വായിക്കണം, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. വളരെ കമ്പല്ലിംഗ് ആയിരുന്നു ആ വാചകങ്ങൾ. ഞാൻ വായിക്കുകയല്ല, ആ കത്തുകൾ, അതിലെ വാക്കുകൾ എന്നെയും കൊണ്ട് മുന്നോട്ട് പ്രവഹിക്കുകയാണ് ഉണ്ടായത്. സംഭവം ഇതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹത്തെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും ഉന്നതമായ പൊസിഷനുമൊക്കെ വഹിച്ച റിട്ടയർ ചെയ്ത മനുഷ്യൻ, അയാൾക്ക് മക്കളില്ല, ഭാര്യ മാത്രം. ഭാര്യയും ഈ വ്യക്തിയും അങ്ങേയറ്റം പരസ്പരം പ്രാണനു തുല്യം സ്നേഹിച്ച് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിചാരിതമായി ഭാര്യയെ ക്യാൻസർ പിടിച്ചത്. ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ചികിത്സകളും ശുശ്രൂഷയും ഭർത്താവ് തന്നെ ചെയ്തു. എന്നിട്ടും ഭാര്യ മരണത്തിന് കീഴ്പ്പെട്ടു. അതിനുശേഷം ഈ ഭർത്താവ് ഊണില്ല, ഉറക്കമില്ല, ആരോടും വർത്തമാനം പറയുകയില്ല, ആരോടും. ഈ സുഹൃത്ത് നിത്യവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, സംസാരിക്കും, ഒന്നും റെസ്പോണ്ട് ചെയ്യുകയില്ല, മിണ്ടാതെ ഇതൊക്കെ കേൾക്കും. ഒരു ദിവസം എന്തോ ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ അദ്ദേഹം എൻ്റെ ഒരു കഥാസമാഹാരവും കൊണ്ടായിരുന്നു ചങ്ങാതിയുടെ വീട്ടിലേക്ക് പതിവ് പോലെ വൈകുന്നേരം പോയത്. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, ഒരു കഥ പതുക്കെ വായിച്ചു കൊടുത്തു. ശ്രദ്ധാപൂർവം ഈ ഭർത്താവ്, വിഭാജ്യനായ ഈ വ്യക്തി അത് മുഴുവൻ കേട്ടു. പിന്നെ ഒന്നും പറഞ്ഞില്ല. വളരെ നേരം ഇരുന്നതിന് ശേഷം സുഹൃത്ത് വീട്ടിലേക്ക് വന്നു. അടുക്കിയ വീട്. പിന്നെ ഇതൊരു പതിവായി ഓരോ കഥകൾ ഓരോ പുസ്തകത്തിൽ നിന്ന് ഇദ്ദേഹം എടുത്ത് വായിച്ചു കൊടുക്കും, കേൾക്കും. പതുക്കെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി, തൻ്റെ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി. കഥയിലെ സംഭവങ്ങളെക്കുറിച്ച് ഇയാളുമായി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എനിക്കും ഈ പുസ്തകം വേണമെന്ന് പറയാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ള നന്ദിയായിട്ടാണ്, എനിക്ക് മാത്രമല്ല എൻ്റെ സുഹൃത്തിനുമുള്ള നന്ദിയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത് എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കത്ത് അവസാനിപ്പിച്ചത്. എനിക്ക് കിട്ടിയ മറ്റൊരു വലിയ അവാർഡെന്നോ അംഗീകാരമെന്നോ എന്ത് വേണമെങ്കിൽ അതിനെ വിളിക്കാൻ കഴിയും. ഇത്തരം അനുഭവങ്ങൾ ഇതിലപ്പുറവും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കഥകളിൽ ദുഷ്ടകഥാപാത്രങ്ങളില്ല. എൻ്റെ കഴിവുകേടുകൊണ്ടാണ് ഞാൻ ദുഷ്ടകഥാപാത്രങ്ങളെ സൃഷ്ടിക്കാഞ്ഞത് എന്ന് പറഞ്ഞ മാന്യന്മാർ സാഹിത്യ ലോകത്തുണ്ട്. ഞാൻ അവരോട് ഉത്തരം പറയാൻ പോയിട്ടില്ല.
കഴിവുകേട് കൊണ്ടാണെങ്കിൽ ആ കഴിവുകേടിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ലോകത്ത് ദുഷ്ടകഥാപാത്രങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അനുദിനം അത് ഗ്രാഫ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണ് ഞാനും അതിൻ്റെ എണ്ണത്തിലേക്ക് ഒരു കഥാപാത്രത്തെയും കൂടി സൃഷ്ടിച്ചു കൊടുക്കുക എന്ന സമാധാനമാണ് എനിക്കുള്ളത്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. എൻ്റെ ഊഴം കഴിഞ്ഞു. മലയാള സാഹിത്യത്തിലെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു MT വാസുദേവൻ നായരും T പത്മനാഭൻ. 1950 പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പായയിൽ ശയിക്കുകയും ഒരുമിച്ച് സിനിമയ്ക്ക് പോവുകയും ചെയ്തിരുന്ന അനുഭവം തൊട്ട് ശിഹാബ് തങ്ങളുടെ അനുസ്മരണ ചടങ്ങിൽ ഒരുമിച്ചുണ്ടായിരുന്നും അടുത്തടുത്തിരിക്കുകയോ ഒന്ന് സംസാരിക്കുകയോ പോലും ഇല്ലാതിരുന്ന നിങ്ങൾ രണ്ടുപേരെയും മലയാളിക്കറിയാം. അപ്പോൾ സൗഹൃദങ്ങളുടെയും അതുപോലെ തന്നെ ചില പിണക്കങ്ങളുടെയും അവസ്ഥയിൽ മുന്നോട്ട് പോയവരായിരുന്നു നിങ്ങൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹിന്ദുവിലെ ഒരു അഭിമുഖത്തിൽ താങ്കൾ പറയുകയുണ്ടായി, അവസാനം MTയെ കണ്ടത് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതേ മാതൃഭൂമി ഫെസ്റ്റിവലിൽ വെച്ചാണ്. ഞാനും MTയെ കണ്ടത് അവസാനമായി അന്നാണ്. അപ്പോൾ ഈ MTയുമായിട്ടുള്ള സൗഹൃദത്തെയും ഈ അലോസരങ്ങളെയും എങ്ങനെയാണ് സാറിന് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ഇപ്പോഴ് അതൊന്നും ഓർത്തെടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല. അദ്ദേഹം രോഗാതുരനായി വളരെ അത്യാസന്ന നിലയിൽ കുറേ ദിവസം കിടന്നിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ പത്രങ്ങൾ എന്നോട് ഒബിച്വറി, ചരമക്കുറിപ്പ് എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നമ്മുടെ നാട്ടിലല്ല, ലോകം മുഴുവൻ ഉള്ള ഒരു ഏർപ്പാടാണ്. ആൾ മരിച്ചിട്ടില്ല, അതിനു മുമ്പേ ചരമക്കുറിപ്പ് തയ്യാറാക്കി വെക്കും. ഞാൻ പറഞ്ഞു, പത്രാധിപന്മാരോട് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്ക്, ഞാൻ ചെയ്യില്ല. നിങ്ങൾ എഴുതുകയേ ഇല്ലേ? ഞാൻ പറഞ്ഞു, എഴുതും, ആത്മാർത്ഥമായിട്ട് എഴുതും, സത്യസന്ധമായി എഴുതും. അനിവാര്യമായ ആ സംഭവം നടന്നു കഴിഞ്ഞാൽ കഴിയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിയാതിരിക്കട്ടെ. പക്ഷേ അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ എഴുതും. ഞാൻ എഴുതിയില്ല. എല്ലാം എൻ്റെ പരിചയ സീമയിലുള്ള മുഴുവൻ സാഹിത്യകാരന്മാരും എഴുതി കൊടുത്തിരി. ആൾ ജീവനോടെ കിടക്കുന്നുണ്ട്. അതൊരു പതിവാണ്. ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അത് സംഭവിച്ചപ്പോൾ എന്നെ വീണ്ടും സമീപിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു കളവും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഒരാൾക്കും പറയാൻ കഴിയില്ല ഞാൻ കളവ് പറഞ്ഞു എന്ന്. സഖാവ് വായിച്ചിരിക്കുന്നു. അത് മാതൃഭൂമിയിലും വന്നിരിക്കുന്നു, മനോരമയിൽ വന്നിരിക്കുന്നു, ചാനലുകളിൽ വന്നിരിക്കുന്നു. അതൊക്കെ ഇംഗ്ലീഷല്ലേ, ആരും ഇതൊക്കെ കാണും? ഞാൻ കണ്ടിട്ടില്ല, സത്യം. ഞാൻ മാതൃഭൂമി, മനോരമ പ്രധാനമായിട്ട് അതിലും വന്നിരിക്കുന്നു. അതിൽ യാതൊന്നും മോശമായിട്ടില്ല എന്നല്ല, എന്നേക്കാൾ എത്രയോ വലിയ നിലയിലുള്ള വ്യക്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതാണ് പത്മനാഭൻ. അതാണ് ഞാൻ വളരെ ചെറുപ്പത്തിലെ വായിക്കുമ്പോൾ ഒരു ലാറ്റിൻ പ്രയോഗമുണ്ട്. നിൽ നിഷി ബോണം, നിൽ നിസി ബോണം. വായിച്ചതൊക്കെ ഓർമ്മ നിൽക്കും കുട്ടിക്കാലത്ത്. അതിൻ്റെ ഇംഗ്ലീഷ് ഇതാണ്: ലെറ്റ് നത്തിങ് ബട്ട് ഗുഡ് ബി സെഡ് അബൌട്ട് ദ ഡെറ്റ്. മരിച്ചവരെ കുറിച്ച്
നല്ലതല്ലാതെ മറ്റൊന്നും പറയരുത്. വൈരവും ആ മരണാന്തം, മരിക്കുന്നത് വരെ മാത്രമേ വൈരം. ഞാനത് പാലിച്ചിരിക്കുന്നു, എനിക്ക് അഭിമാനമുണ്ട്. സാഹിത്യത്തിനെ കുറിച്ച് പറഞ്ഞു, കഥകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ പൂക്കളോടും ചെടികളോടും, പ്രത്യേകിച്ച് റോസാപ്പൂക്കളോടുള്ള പ്രണയം അതിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് പറയാമോ? ഭൂമിയിലെ സുന്ദരമായത് എന്തും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഭൂമിയിലെ റോസാപ്പൂക്കളുടെ ഇന്ത്യൻ റോസ് സൊസൈറ്റിയിലെ ഒരു മെമ്പറാണ് ഞാൻ. ഇന്ത്യൻ റോസ് സൊസൈറ്റിയിലെ ലോകത്തിലെ ഏറ്റവും പഴയ റോസ് സൊസൈറ്റി 300 കൊല്ലം പഴക്കമുള്ള റോയൽ നാഷണൽ റോസ് സൊസൈറ്റിയാണ്. അവിടുത്തെ ഒരു ഓണറബിൾ മെമ്പറാണ് ഞാൻ, അംഗമാണ് ഞാൻ. ഇംഗ്ലണ്ടിൽ ബേൺഹിൽ എന്നു പേരായ സ്ഥലത്താണ് ഞാനും ഭാര്യയും അവിടെ പോയിട്ടുണ്ട്. അതേപോലെ അമേരിക്കൻ റോസ് സൊസൈറ്റി ഞാൻ മെമ്പറാണ്. ഈ തിരുവനന്തപുരത്ത് എത്രയോ ഒരു 12 കൊല്ലത്തോളം റോസ് ഷോ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ജഡ്ജായിട്ട് വന്നിരുന്ന വ്യക്തിയാണ് ഞാൻ. അതുപോലെ എറണാകുളത്ത്, കോഴിക്കോട് ഒരു സൊസൈറ്റി സ്ഥാപിക്കുവാൻ എൻ്റെ ഉപദേശം ഭാരവാഹികൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്നു. ഇന്ന് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലുള്ള ഏറ്റവും പഴയ പുസ്തകങ്ങൾ, ഇപ്പോൾ സൂക്ഷ്മതയില്ലാതെ തൊട്ടാൽ പൊട്ടിപ്പോകും, പപ്പടം പോലെയുള്ള അത്തരം പുസ്തകങ്ങൾ, ഔട്ട് ഓഫ് പ്രിൻ്റ്, എല്ലാം റോസിനെ കുറിച്ച് വളരെ വലിയൊരു പുസ്തകശേഖരം എൻ്റെ അടുക്കലുണ്ട്. കൂടുതൽ പറയുന്നില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭന് കായുടെ ആദരം സമ്മാനിക്കുന്നതിന് വേണ്ടി കല്യാൺ ജുവലേഴ്സ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ GM വിവേക് കൻകത്തിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.